ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈകാൽ മുട്ടുകളിലേക്ക് ജോയിൻറ്റ് പെയിൻ മാറുവാനായിട്ടുള്ള വളരെ നല്ലൊരു ഔഷധമാണെന്ന് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ തന്നെ തയ്യാറാക്കി എടുക്കുന്ന പോലുള്ള മരുന്ന് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇനി പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു മരുന്ന് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു മരുന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അതിനു മുൻപായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് എരിക്കിൻ്റെ ഇലയാണ്. എരിക്കിൻ ചെടി സാധാരണയായിട്ട് ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഉപയോഗിച്ച് വരുന്നൊരു നല്ലൊരു ഔഷധമാണ്. അപ്പം മുട്ടുകാൽ വേദനയൊക്കെ മാറ്റാനായിട്ട് വളരെ ഉപകരിക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഈ ചെടി നമ്മൾ ഈ ഇല പറിക്കുന്ന സമയത്ത് ഈ കാണുന്ന പോലത്തെ ഒരു പാലുണ്ടാവും അതിനകത്ത്. എരിക്കൻ ചെടിക്ക് ഒരു പ്രത്യേക നിറമാണ്. സാധാരണ ഇലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നരച്ച പോലത്തെ ഒരു കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത് പിടിക്കുന്നതുകൊണ്ടാണ് നല്ല കളറായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു നേരം തേക്കാനായിട്ട് ഇതിൻ്റെ 2 or 3 ഇല മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ഇലയുടെ ഒന്നും ആവശ്യമില്ല. അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മളത് അരച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അരച്ചെടുക്കാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കീറിയെടുക്കാം. ഇതേ കാണുന്നത് പോലെ. ഇങ്ങനെ തന്നെ വേണം നിർബന്ധമല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇട്ടിട്ട് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് അരയ്ക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് കല്ലുപ്പോ പൊടിയുപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിത് അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുക്കുന്നതിനെക്കാട്ടും നല്ലത് അത് തന്നെയാണ്. അമ്മിക്കല്ലിലാകുമ്പോൾ നല്ല വൃത്തിക്ക് അരച്ചെടുക്കാനും പറ്റും നമുക്ക്. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം പോലെ അരയ്ക്കേണ്ട, ഈ ഒരു പാകം മതി. ഇതാണ് നല്ല കറക്റ്റായിട്ടുള്ളത്. നമ്മൾ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. നമ്മൾ ഉപ്പ് അതിനകത്തോട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലതുപോലെ ഇത് അരഞ്ഞ് കിട്ടും. അരച്ചെടുക്കും മറ്റു ഇലകളെക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പാകം മതി. ഞാനിത് വടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല നീരോട് കൂടിയിട്ടാണ് ഇല. നല്ല നീരുള്ള ഇലയാണിത്. കാണുമ്പോൾ വരണ്ടിരിക്കുന്നത് പോലെ തോന്നുമെങ്കിലും നല്ല നീരുള്ള ഇലയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നിങ്ങളും ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത് അല്പം മുറിവെണ്ണയാണ്. ഇപ്പോൾ ഞാൻ മുറിവെണ്ണ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുറിവെണ്ണ അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദന സംഹാരിയായിട്ടുള്ള തൈലമോ അല്ലെങ്കിൽ മസാജ് ഓയിലോ ആദ്യം തേച്ചിട്ട് വേണം നമ്മൾ ഈ മരുന്ന് തേക്കാനായിട്ട്. അപ്പോൾ അത് തേക്കുന്നതോടൊപ്പം തന്നെ ഈ എണ്ണ നിങ്ങൾ ആദ്യം നല്ലതുപോലെ ചൂടാക്കി എടുക്കണം. ചൂടാക്കിയിട്ട് അത്യാവശ്യം ചൂടോട് കൂടി തന്നെ നമ്മൾ എവിടെയാണോ വേദനയുള്ളത് ആ ഒരു ഭാഗത്ത് നല്ലതുപോലെ ഈ എണ്ണ തേച്ച് പിടിപ്പിക്കണം. അതിന് ശേഷമാണ് ഈ ഒരു മരുന്ന് നമ്മൾ ആ വേദനയുള്ള ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ എണ്ണ നല്ലതുപോലെ ചൂടാക്കി എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇതിന്ന് കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചൂടാക്കി വെച്ചേക്കുന്ന എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ വേദനയുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഈ എണ്ണ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം കൈകൊണ്ട്. അത്യാവശ്യം ചൂട് വേണം കേട്ടോ. ചെറുത് ഇളം ചൂട് പോരാ, കുറച്ചുകൂടെ ചൂട്. നമ്മുടെ സ്കിന്നിന് ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ആ ഒരു ചൂടിൽ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ മരുന്നിന് കൂടുതലായിട്ട് ഒരു ഇഫക്റ്റ് കിട്ടാനായിട്ട് അത്രയും ചൂടോട് കൂടി തേക്കുന്നതാണ് നല്ലത്. ഇനി ഇതിന് മുകളിലായിട്ട് ഈ എണ്ണ തേച്ചതിന് മുകളിലോട്ടായിട്ട് നമ്മൾ ഈ ഒരു മരുന്ന് നല്ലതുപോലെ വെച്ച് കൊടുക്കുക. വെള്ളം ചേർക്കരുതെന്ന് പറയാനായിട്ടുള്ളൊരു കാരണം തന്നെ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഒലിച്ചു പോകും മരുന്ന്. അതുമാത്രമല്ല മരുന്നിൻ്റെ ആ ഒരു ഫലം നമുക്ക് കിട്ടുകയില്ല. വെള്ളത്തോടൊപ്പം തന്നെ അതങ്ങ് പോവുകയുള്ളൂ. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് മരുന്നിൻ്റെ എല്ലാ ഇഫക്റ്റും അതിനുള്ള വൈറ്റമിൻസും എല്ലാം നമ്മുടെ ശരീരത്തിൽ സ്കിന്നിലോട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒപ്പി ഒപ്പി വെച്ച് കൊടുക്കുക. വേദനയുള്ള ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ ഊരയിലാണെങ്കിൽ അല്ലെങ്കിൽ കൈമുട്ടിലാണെങ്കിലോ കാൽമുട്ടിലാണെങ്കിലോ എവിടെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് ഇത്രയും. ഇപ്പോൾ ഞാനൊരു 3-4 ഇലയാണ് ഇപ്പോൾ ഞാൻ അരച്ചേക്കുന്നത്. ഒരു 3 ഇലയൊക്കെ മതി ഒരു സമയത്ത് തേക്കാൻ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് 2 കാലിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ എത്ര സ്ഥലത്ത് നിങ്ങൾക്ക് തേക്കാനുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇലയുടെ അളവ് കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അപ്ലൈ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു 3/4 മണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ചുകൊണ്ടിരിക്കണം. ഇത്
റെസ്റ്റ് ആവശ്യമാണ് ഇതിന്. എങ്കിൽ മാത്രമേ ഈ മരുന്ന് നല്ലതുപോലെ നമ്മളെ ആ വേദനയുള്ള ഭാഗത്ത് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ റെസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3/4 മണിക്കൂർ നിർബന്ധമായിട്ട് നിങ്ങളിത് വെച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ കൈകാൽ മുട്ടുകളിലും അതുപോലെ തന്നെ മറ്റ് ജോയിൻറ്റുകളിലൊക്കെ വേദനയുള്ളവർ ഈ ഒരു ഔഷധം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.